the Lord. Very good morning to you all. May God bless everyone again with a wonderful, supernatural, glorious, hallelujah, peaceful, hallelujah, Saturday, hallelujah. Oriko Rasikara Baritike Rasya, what a wonderful morning. God has made this day for us to hallelujah, to hallelujah, glorify His name through us, hallelujah. So every moment of this day God has given us to glorify His name in this world, hallelujah. So let us glorify God, hallelujah. Let us first worship the Lord and then come to the wonderful promise that God has given us today. Amen. Hallelujah. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമൻ അരുളിയോനേ, നീക്കം വരാത്തതിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്തതിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന, വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരെ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സാർക്കിയനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സാർക്കിയ ഭണ്ഡാര വാതിൽ തുറക്കണമേ. സാർക്കിയ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന, കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു കർത്താവ് അല്ലേ. നമ്മുടെ പ്രാർത്ഥന പലരും പറയാറുണ്ട്, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ പ്രെയർ റിക്വസ്റ്റുകൾ പൊതുവേ ആൻസേഴ്സ് ഡിലേഡ് ആകുമ്പോൾ പലരും പറയാറുണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കുറവ് കൊണ്ടാണ്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തതാണ്. അതൊക്കെ ഓരോ റീസൺസാണ് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഇതുവരെ കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിനറിയാം തൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് എപ്പം മറുപടി തരും അല്ലേ. ചില മറുപടികൾ ഡിലേ ആകും, ചിലത് ഉടനെ ലഭിക്കും. എത്രയോ വട്ടം ദൈവകൃപയാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളപ്പോഴൊക്കെ കർത്താവ് എനിക്ക് ഉടനെ മറുപടി തന്നിട്ടുണ്ട്. എന്നാൽ ചിലത് ഡിലേ ആയിട്ടുണ്ട്, ചിലത് ഇതുവരെ ലഭിക്കാത്തതുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ ഡിസിഷനാണ് ദൈവമക്കളെ. പലപ്പോഴും ശരിയാണ്, ചില കാരണങ്ങൾ അൺഫോർഗീവ്നെസ് ഒരു റീസണാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് വിരോധമായി നമ്മൾ പോവുകയാണെങ്കിൽ ഓർത്തോളണം,
ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇന്നലെ നമ്മൾ പറഞ്ഞത് അതായിരുന്നു. ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഇപ്പം ഫുൾ ടൈം കർത്താവിൻ്റെ ശുശ്രൂഷ, ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ള ഒരു കാര്യം, ഫുൾ ടൈം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകർ, ഹല്ലേലൂയ, അവർ ഞാൻ വിചാരിച്ചിരുന്നത് അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ വിഷയത്തിനും മറുപടി കിട്ടുമെന്ന്. ഹല്ലേലൂയ. ആക്ച്വലി ഈ നമ്മുടെ എല്ലാ വിഷയത്തിൻ്റെ മറുപടി കർത്താവിൻ്റെ ഡിസിഷനിലാണ്. കർത്താവാണ് അതിന് ഡിസിഷൻ എടുക്കണേ, നമ്മളല്ല. നമ്മൾ ആക്ച്വലി ഹല്ലേലൂയ വി ഹാവ് ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൽ ആഴമേറിയ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരും, കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുമെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് വേണം. അത് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങൾ, അതിന് എന്തൊക്കെ രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ആൻസർ ലഭിക്കുന്നത്. അത് എല്ലാ കാര്യങ്ങൾക്കും അത് ആക്സെപ്റ്റബിൾ അല്ല. പല കാര്യങ്ങൾ നമ്മുടെ കുറവുകൾ കൊണ്ടും അൺഫോർഗീവ്നെസ് കൊണ്ടും ആകാൻ ദൈവമക്കളെ ചില ഹീലിങ്സ് നടക്കാതെ വരുന്നത് അപ്രകാരമാണ്. ചിലത് നമ്മുടെ എന്താ പറയുക, വിശ്വാസത്തിൽ നമ്മളെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ, ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. സോ ലെറ്റ് us go to today's promise. വേഗം നമുക്ക് പോകാം. 1 ശമൂവേൽ 1:27. It says like this, I prayed for this child and the Lord has granted me what I asked of him. Hallelujah. നമുക്കതിൻ്റെ മലയാളം വായിക്കാം. 1 ശമൂവേൽ 1:27. Hallelujah. താരാബ സേക്കോ റസിഖാറാം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ എത്ര വട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. എത്രയോ വട്ടം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്രയോ വട്ടം ഹല്ലേലൂയ കർത്താവ് ദൈവകൃപയാൽ ഞാൻ പ്രാർത്ഥിച്ച വിഷയം കർത്താവ് മറുപടി തന്നിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ളവർ തന്നെ പറയാറുണ്ട്, ഹല്ലേലൂയ, എന്ത് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ കർത്താവ് മറുപടി തരും. ഹല്ലേലൂയ. അങ്ങനൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവ് എന്തും ചോദിക്കുക. ചോദിക്കുന്ന ആ സമയത്ത്, വിശ്വാസി വന്ന സമയത്ത് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് മറുപടി കിട്ടുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിൽ ഞാൻ പടിപടിയായിട്ട് വളരാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, കൂടുതലായി കർത്താവിനെ അറിയാൻ തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾക്ക് ഡിലേസ് വരാൻ തുടങ്ങി. അതെന്തിനാണ് ദൈവമക്കളെ? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെ വചനത്തിൽ കുറച്ചുകൂടെ ഉറപ്പിക്കാനാണ്, കൂടുതൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, നമ്മളൊരു വിഷയത്തിന് വേണ്ടി വീണ്ടും ആഴമായി നമ്മൾ പ്രാർത്ഥിച്ച്, കർത്താവ് പറഞ്ഞ എന്താണ്, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച കൂടുകയാണ്. ഹല്ലേലൂയ. ഥാലാബ ഷഖലാബ റിത്ത കൊറസിഖാറാബ ഓ രീതി കൊറസിഖാറാബ. കൂടുതൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക, ആ സമയങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച കൂടുന്നത്. ഹല്ലേലൂയ. നമ്മൾ എല്ലാ വിഷയത്തിനും നമ്മുടെ കൈ മറുപടി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര പേരിന്ന് ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു അല്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പ്രോമിസ്, ഈ 2026 പ്രോമിസിനെ കുറിച്ച് ഒരു അഭിഷിക്തൻ പറയുണ്ടായി. അപ്പം പറയുണ്ടായിരുന്നു, ഈ വർഷം പലരും നമ്മളെ തെറ്റിക്കാനായിട്ട് കർത്താവ് ഇപ്പോൾ വരും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത എന്താ പറയുക സ്പ്രെഡ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ 2026. അപ്പോൾ അതിൽ നിങ്ങളാരും പെട്ടു പോകരുത് എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിനി വരും കാലങ്ങളിൽ ഉണ്ടാവും. കർത്താവ് തന്നെ ഒരു പറഞ്ഞ കാര്യമാണ്.
എൻ്റെ വരവിനെക്കുറിച്ച് ഞാനിതാ വരുന്നു, ഇപ്പോൾ വന്നു, ഇപ്പോൾ വരും, അങ്ങനെ ഒക്കെ കേൾക്കും. എങ്കിലും നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വിശ്വാസം വിട്ട് പോകരുത്, നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ബൈബിളിൽ കർത്താവ് എഴുതിയിട്ടുണ്ട്. ആ കാര്യത്തിലേക്ക് വരട്ടെ. അപ്പോൾ ആ അഭിഷിക്തൻ പറയുണ്ടായി, കർത്താവിനോട് ചോദിച്ചു, കർത്താവെ അപ്പം ഇങ്ങനെ വരുമ്പം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴാണ് കർത്താവ് വരിക എന്നുള്ളത് കർത്താവ് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഈ ഭൂമിയിൽ വന്നാൽ എത്ര പേർ എടുക്കപ്പെട്ടു? വളരെ ചുരുക്കം പേരെ അതിന് റെഡി ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ അഭിഷിക്തന് കൊടുത്ത വെളിപ്പാട് ഇങ്ങനായിരുന്നു, ഹാഫ് കുക്ഡായിട്ടുള്ള ഒരു ഫുഡ്. നമ്മൾ ആരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ സഭ ഇരിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഇനി കർത്താവിൻ്റെ വരവിലേക്ക് ഒരുങ്ങണം, വളരണം എന്ന് മനസ്സിലായി കാണുമല്ലോ. ഹല്ലേലൂയ. ഥാലാബ ഷാക്കാലാബ റിതാക്കറസിയ. എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവ്, ദൈവമക്കളെ, എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു കാര്യമാണ്. ഹല്ലേലൂയ. വൃക്ഷത്തിൻ്റെ ഫലം കണ്ട വൃക്ഷത്തെ മനസ്സിലാക്കുക. നമ്മളെല്ലാം നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളാൽ നമ്മൾ തെറ്റിപ്പോയിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ആരും ഈ മെസ്സേജ് കേൾക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെപ്പോഴും ആര് പ്രവചനം പറഞ്ഞാലും ലുക്ക് അറ്റ് ദെയർ ലൈഫ്, ഹൗ ദേ ലീവ് ദെയർ ലൈഫ്, സ്പിരിച്വൽ ലൈഫ്. ഹല്ലേലൂയ. താലാബ ഷാക്കാലാബ, വെദർ ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ കള്ളപ്രവചനം പറഞ്ഞ് തെറ്റിക്കുന്ന സത്താൻ്റെ പല കാര്യങ്ങൾ ഈ 2026 നടക്കുമെന്നാണ് ഒരുപാട് പേര് പ്രവചിച്ചിരിക്കുന്നത് ഈ വർഷത്തെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ ആരും വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുവാൻ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. സോ നമ്മൾ വായിച്ച എന്താണ്? ഐ പ്രേഡ് ഫോർ ദിസ് ചൈൽഡ് ആൻഡ് ദ ലോർഡ് ഈസ് ഗ്രാൻറ്റഡ് മീ വേർ ഐ ആസ്ക്ഡ് ഫോർ. ഞാൻ ദൈവത്തോട് ചോദിച്ച പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടിയായി. ഹല്ലേലൂയ. ഗോഡ് ഹാസ് ഗ്രാൻറ്റഡ് മീ വാട്ട് ഐ ഹാവ് ആസ്ക്ഡ് ഹിം ഫോർ. അപ്പം നമുക്ക് എങ്ങനെയാണ്, ചിലർ പറയും 40 ദിവസം ഉപവാസം എടുക്കും, ചിലർ 21 ദിവസം ഉപവാസം എടുക്കും, ജസ്റ്റ് ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സഭകളിൽ നമ്മളായിരുന്നപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. മത്തായി 7:7 കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ ആൻഡ് ദ സെയിം. നമ്മൾ മാർക്കോസ് 11:24 നമ്മളതാണ് കാണുന്നത്, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമുക്കറിയാം, ബട്ട് വി ആസ്ക് വിത്ത് ദ റൈറ്റ് മോട്ടീവ് അല്ലേ, ദൈവഹിതപ്രകാരം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിന് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം ഹന്നയ്ക്കാണ് ആ മറുപടി കിട്ടിയത്. ഹന്ന പറഞ്ഞു, വളരെ നാൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നു, ഒരു കുഞ്ഞിനെ കർത്താവ് തരുവാണെങ്കിൽ ഞാൻ അങ്ങേക്കായിട്ടത് സമർപ്പിക്കുന്നു ഒക്കെ പറഞ്ഞിട്ടാണ് ഹന്ന അവിടെ പ്രാർത്ഥിച്ച് ആ മറുപടി ഹന്നയ്ക്ക് ലഭിച്ചത്. സോ യാക്കോബിൻ്റെ ലേഖനം 4:3 പറയുന്നു, when you ask you do not receive because you are asking with wrong motive only to satisfy. നമ്മുടെ ഫ്ലഷ്ലി പ്ലഷേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അത് ദൈവരാജ്യത്തിൻ്റെ ഹിതം, ദൈവരാജ്യത്തിൻ്റെ വില്ലനുസരിച്ചായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. ധാരാഭാഷേക്കോ റസിഖാലാബ റിതികെ റിതിബികെ റസിയ. റൈറ്റ് മോട്ടീവ്, റൈറ്റ് വിൽ, റൈറ്റ് ഗോഡ്സ് വില്ലായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ പലപ്പോഴും കർത്താവിനോടൊരു പ്രാർത്ഥനാ വിഷയം ചോദിക്കുമ്പോൾ ആ വിഷയത്തിന് നമുക്ക് മറുപടി കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇല്ല അല്ലേ? ഹല്ലേലൂയ. പലപ്പോഴും അങ്ങനെയാണ്. ഹല്ലേലൂയ. ധാരാഭാഷയൊക്കെ മത്തായി 21 1 ജോണിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. Hallelujah. നമ്മൾ ചോദിച്ചവൻ we know that God hears us and we will have what we have asked of the Lord. നമ്മൾ ദൈവത്തോട് ചോദിച്ച് നമുക്ക് ലഭിച്ചു എന്ന വിശ്വാസത്താൽ വേണം നമ്മൾ ചോദിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കണേ. ഹല്ലേലൂയ. സകലതും
നമുക്കുള്ള സകലത സ്വർഗത്തിലെ കർത്താവ് ഓൾറെഡി വാട്ട് ഓൾ തിങ്സ് വി നീഡ് ഇസ് ഓൾറെഡി പ്രൊവൈഡഡ് ഫോർ us, അല്ലേ? നമുക്കുള്ള സൗഖ്യം, നമുക്കുള്ള എല്ലാം ഹാലയിലെ കാൽവരി ക്രൂശിലെ ആ യാഗത്തിലൂടെ സ്വർഗത്തിലെ കർത്താവ് ആ വിഷയങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് തന്നു കഴിയും. ഹല്ലേലൂയ. ധാലാബ ഷേക്കോ റസിഖാരാബ. യോഹന്നാൻ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വളരെ മർമ്മങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. കർത്താവ് നേരിട്ട് പറയണ കുറേ കാര്യങ്ങളുണ്ട്, അല്ലേ? ഇഫ് യു റിമെയിൻ ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിച്ചാൽ, മൈ വേർഡ്സ്, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ആൻഡ് മൈ വേർഡ്സ് റിമെയിൻ ഇൻ യു, വാട്ട് എവർ നിങ്ങൾ എന്താഗ്രഹിച്ചാലും, വാട്ട് എവർ യു വിഷ്, ഇറ്റ് വിൽ ബി ഡൺ ഫോർ യു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിലാണോ വസിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? Are we reading the Bible? Are we meditating the word of God? Are we claiming the God's promises? Hallelujah. Written scripturesൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവമക്കളെ, ഓ രാമനാരബ ശകല ബറിതി കൊറസ്യ, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കാത്ത, ഈ ദൈവവചനത്തിൽ വിശ്വസിക്കാത്ത ഒരു ദൈവ പൈതൽ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും, ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയും, അല്ലേ? ഹല്ലേലൂയ. ഈ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് കർത്താവ് പുതിയ നിയമത്തിൽ എല്ലാ വചനവും എടുക്കാൻ സമയമില്ല. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ജാതികളാണ് വേൾഡ്ലി കാര്യങ്ങൾ ചോദിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ചോദിക്കേണ്ടത് സ്പിരിച്വൽ കാര്യങ്ങളാണ്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിന് വേണ്ടതെല്ലാം കർത്താവിനോട് നമ്മൾ ചോദിച്ചാൽ ഗോഡ് വിൽ ഷ്യൂർലി ഗിവ് us. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഉദാരഗതികസ്യ ഥാലാബാരാല ഷെക്കോ റദിഖരസ്യ ഓ റിക്കോ. ഇഫ് യു ആർ ഫ്രൂട്ട്ഫുൾ, ഇഫ് യു ആർ ഹല്ലേലൂയ walking with God always, hallelujah, in spirit, hallelujah, whatever you ask for the kingdom of God, കർത്താവേ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി എനിക്ക് ഈ ഓൾറെഡി ഓൾ ദിസ് വചനം പറയുന്നു, വി ഹാവ് ബീൻ ബ്ലെസ്ഡ് വിത്ത് ഓൾ ദി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. കർത്താവെ അത് എന്നിൽ അത് മാനിഫെസ്റ്റഡ് ആവണം, എന്നിലൂടെ അത് റിലീസ് ആവണം. കർത്താവ് അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എബ്രായലേഖനം 4:3 നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ആലയിലെ കർത്താവിൻ്റെ അത് വേണമെങ്കിൽ വാചനം എടുത്ത് വായിക്കാം. എബ്രായലേഖനം 4:3 കുരാനാദി ഖേരേ ബേസേക്കോ റസി ഖാലാലാബ ദേരേ ബേരേ ദേഗേഷിക്കാമ മരത്തിക്കോ റസി ഖാലാലാബ ശന്തല. എബ്രായലേഖനം 4:3. ഹാലയിലെ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പം ആരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന ദൈവമക്കളെ? വിശ്വസിച്ചവരായ നാമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ പേരെന്തുവാ? വിശ്വാസികൾ. ഹല്ലേലൂയ. എന്നാൽ പല കാര്യങ്ങളിലും നമ്മൾ ആരും, എന്നെ ഉൾപ്പെട്ടവർ, പല കാര്യങ്ങളിലും നമ്മൾ പലരും ഹല്ലേലൂയ നമ്മൾ വചനത്തിൽ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഫോർത്ത്ലി, അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം. യു ഷുഡ് ആസ്ക് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്. നമുക്ക് വേണ്ടി ഇപ്പം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു കോളല്ല, അത് ഇതിന് മുന്നേ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളെ ഓരോരുത്തർക്കും ഓരോ കോളിങ്ങും ഓരോ കർത്താവിൻ്റെ പേർപ്പസാണ് നിറവേറാനുള്ളത്, അല്ലേ? ഹല്ലേലൂയ. ഗോഡ് ഹസ് പ്ലാൻ എവ്രിതിങ് ഫോർ us. നമ്മൾ ഈ ലോകസ്ഥാപനത്തിന് മുൻപേ God has planned everything for us even before the foundation of the world. That is what we heard in Hebrews 4:3. So ask the Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ പർപ്പസ് നമ്മളിലൂടെ നിറവേറുവാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയില്ല എങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഗിവിങ് the full control of Holy Spirit, എന്താ പറയുക, നമ്മുടെ കൺട്രോൾ, if you are not giving to the Holy Spirit, how can Holy Spirit fulfill God's purpose through us? എങ്ങനെയാണ് ദൈവമക്കളെ? ഹല്ലേലൂയ. താലാബ ഷേക്കോ റസി ഖാരാബ. റോമാലേഖനം 8:26 തോന്നുന്നു. കുനാനാതി കേരേ ബേസേന്ദറാറബേ ശന്തരലബ. ഓ റോമാലേഖനം ഉടനെ ബേസേന്ദറാറബേ ശന്തര 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ
ഉറുദിപുരസ് 26 തോന്നുന്നു. അതെ, നാം കാണാത്തതിനെ പ്രതീക്ഷയെങ്കിലും അതിനാവശ്യമായി ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ടാണ് അന്യഭാഷ അടയാളത്തോട് അഭിഷേകം പ്രാപിക്കാത്തവരോട് ഞാൻ പറയുന്നത്, യു ഷുഡ് ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, യു ഷുഡ് ഹാവ് ദാറ്റ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അവർ ലൈഫ്സ്. ഹാലലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് ഫുൾ കൺട്രോൾ നമ്മൾ കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പർപ്പസാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ്റെ വില്ലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ലിസ്റ്റ് എടുത്തു വെച്ച്, പണ്ട് വിശ്വാസി വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആയിരുന്നു, ആ ഒരു കാലഘട്ടം അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും അല്ലേ, കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ, ആസ് ഇഫ് കർത്താവിന് നമ്മുടെ വിഷയങ്ങൾ അറിയാത്ത പോലെ നമ്മൾ അങ്ങോട്ട് വിഷയങ്ങൾ പറയും. ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഓരോ അവസ്ഥയും ദൈവത്തിൻ്റെ സർക്കത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ, ആത്മാവിൽ നമ്മൾ അന്യഭാഷയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വില്ലനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് നമ്മളോട് പറയും, നിങ്ങൾ അധികമായി നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സോ അത് ദൈവത്തിൻ്റെ വില്ലാണ്. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനം 8:26-27 ആണ് നമ്മൾ വായിച്ചത്. ഇനി 1 John 5:14 says, this is our confidence that if we ask anything according to his will, ദൈവത്തിൻ്റെ വില്ലനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ കർത്താവ് കേൾക്കും. ഹല്ലേലൂയ. ഇനി 5ാമത്തെ കാര്യം, ഹല്ലേലൂയ, when you are saying, Lord, I must do your will. ഹല്ലേലൂയ. ദൈവമേ, ഞാൻ അങ്ങയുടെ വിൽ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വിഷ് എന്ന് പറഞ്ഞാൽ God will answer our praise. ഹല്ലേലൂയ. 1 John 3:21-22 നമ്മൾ whatever we ask, God will give when we do what is pleasing in his sight. അപ്പോൾ ദൈവത്തിൻ്റെ വിഷ് അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിൽ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ മറുപടി നൽകും. ഇനി 6ാമത്തെ കാര്യം, when we bear fruit, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാണോ? ഹല്ലേലൂയ. കർത്താവ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേ മക്കളെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ ആ സെയിൻസിനെ ദൈവം അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത്. ഹല്ലേലൂയ. ജോൺ 15:16 നമ്മൾ വായിക്കുമ്പോൾ പറയും, നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ എൻ്റെ പിതാവ് എന്താ പറയുക, when we bear fruit whatever you ask in the name of Jesus, Father will give you. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് സന്തോഷിക്കുന്നു അല്ലേ. നമ്മളിപ്പോൾ ഒരു ഹീലിങ്ങിൻ്റെ കാര്യമാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വിചാരിക്കൂ. ഹല്ലേലൂയ. when we ask Jesus to heal അല്ലേ, കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. when we ask God to, നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നാണ് നമ്മൾ ആശ്രയിക്കുക. ദൈവത്തിന് ഒരു കാര്യം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇതുവരെ ഉള്ളതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമുക്ക് സ്പിരിറ്റ് റെലത്തിൽ നിന്ന് കർത്താവ് അത് നമ്മുടെ കയ്യിൽ എടുത്തു തരും. നമുക്ക് വേണ്ടതെല്ലാം ഓൾറെഡി ഇറ്റ് ഇസ് ദെയർ. Hallelujah. God has already provided for everything what we need in our lives, day-to-day lives. Hallelujah. കർത്താവ് അത് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തരും. Hallelujah. ചിലർ പറയാറുണ്ട്, ഞാൻ ഭയങ്കര വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നത്, ഹല്ലേലൂയ, അതുകൊണ്ടാണ് എനിക്ക് മിറക്കിൾ ലഭിച്ചത്. നോ, ഹല്ലേലൂയ. അതൊന്നും ദൈവത്തിൻ്റെ എന്താ പറയുക, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവമക്കളെ, കർത്താവിൻ്റെ ഡിസിഷനാണ്. വെദർ
ഗോഡ് ഷുഡ് ഗീവ് ദ ആൻസർ ഫോർ യുവർ റിക്വസ്റ്റ് അല്ലേ. ദൈവം നമ്മൾ കൊടുത്ത റിക്വസ്റ്റിന് മറുപടി എപ്പോൾ തരണം, ഉടനെ തരണമോ പിന്നെ തരണമോ അതോ എന്താ പറയുക ഡിലേ ചെയ്യണം, ഒക്കെ കർത്താവാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒരു സ്കെയിലും അവിടെ ഇടണ്ട. ഹല്ലേലൂയ. നമ്മളാരും പെർഫെക്റ്റും അല്ല അങ്ങനെ ഒരു സ്കെയിൽ ഇടാനായിട്ട്. പല കാര്യങ്ങൾ ഞാൻ പലരിലൂടെയും കേൾക്കാറുണ്ട്. പക്ഷെ ചില ഹീലിങ്സ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചില ഹീലിങ്സ് നമ്മൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പലർക്കും ദൈവകൃപയാൽ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് കൊണ്ട് പറയും, ചിലരോട് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കാറുണ്ട്. അവർക്ക് എവിടെയോ ആരോടോ ഒരു അൺഫോർഗീവ്നെസ് ഉണ്ട്. അതിനു വേണ്ടി അവരോട് ഫൊഗീവ് ചെയ്യാൻ പറയുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുകയും അവരിൽ ആ ഹീലിംഗ് നടക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഥാലാബ ഷേക്കോ റസി ഹാലാരാബ. കർത്താവിൻ്റെ വചനം എഫേസ്യ ലേഖനം, വീഡിയോ നീണ്ടുപോകുന്നു, എഫേഷ്യൻ 3:3-20 കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. എഫേഷ്യൻസ് 3:20. ഹല്ലേലൂയ. ദാരാബേ സേക്കോ റസ്യ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നു. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തി എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഓ റീക്കോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും കഴിയും അല്ലേ. ഹല്ലേലൂയ. താലാബാഷേക്കോ റസി ഖാലാബ. ഗോഡ് വിൽ ഗിവ് എക്സീഡിംഗ്ലി abundantly above all we ask. പലപ്പോഴും നമ്മൾ ചില വിഷയങ്ങൾക്ക് കർത്താവെ എനിക്ക് ഇത്രയും വേണം അത്രയും വേണം നമ്മൾ ചോദിക്കുമ്പോൾ അതിലും ഉപരി നമുക്ക് കിട്ടിയിട്ടില്ലേ. ഹല്ലേലൂയ. അങ്ങനെ എത്ര പേര് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കാതെ തന്നെ എത്രയോ ഗിഫ്റ്റ്സ്, എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും പ്രാപിച്ചിട്ടുണ്ട് അല്ലേ. ഹല്ലേലൂയ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നത് മക്കളെ. ഹല്ലേലൂയ. താലാബാഷേക്കോ റദിക റസിയ അന്തരാബി. സോ പ്രേ അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ്. പ്രേ വിത്ത് പെർസിസ്റ്റൻസ്. നിർത്താതെ മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രേ ഇൻ ഫെയ്ത്ത് അല്ലേ. നമ്മൾ ഭയത്തോടു കൂടി പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ദൈവമക്കളെ, നമ്മൾ ഭയത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിനും മറുപടി ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. അതുപോലെ താങ്ക്സ് ഗിവിങ്, ദൈവത്തോട് ചെയ്ത നന്മകൾക്ക്. ഇതിനു മുന്നേ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കർത്താവിനോട് നന്ദി പറയുക. ഷുഡ് ഹാവ് എ താങ്ക്സ് ഗിവിങ് ഹാർട്ട്. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരാകുക, നന്ദി കരേറ്റുന്ന മക്കളായി തീരുക. ഹല്ലേലൂയ. ഓൾവേസ് പ്രേ ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഗോഡ്സ് വിൽ. നമ്മൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വിൽ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓ റീക്കോ റസി ഖാരാബ. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യം പണിയപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ആണെങ്കിൽ ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളും അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്കാണെങ്കിൽ കർത്താവ് തരാറുണ്ട്. കാര്യം അവർ കർത്താവിൻ്റെ മുത്തുകളാണ്. കർത്താവിന് വേണ്ടി രാപ്പകൽ കർത്താവിൻ്റെ വേലയിൽ എരിവോടെ ഓടുന്ന ദൈവമക്കളുടെ കാര്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സ്വർഗത്തിലെ കർത്താവിനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൽ നമ്മൾ ഏത് വിഷയമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടി ലഭിക്കും. ബട്ട് നമ്മുടെ ഫ്ലഷിൻ്റെ ഡിസയറിന് വേണ്ടിയിട്ടായിരിക്കരുത്, കർത്താവിൻ്റെ വിൽ നിറവേറുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്ന് ദൈവമക്കളെ ഓർക്കുക. ഹല്ലേലൂയ. പലരും സമയമില്ല എങ്കിലും ഞാൻ പറയുവാണ്, അത്രയും പലരും ഫോറിൻ കൺട്രീസിലൊക്കെ മക്കളെ വീട് പണയം വെച്ച് അങ്ങനെ വെച്ച് ദൈവത്തിൻ്റെ വില്ലാണ് വിളി കിടക്കുന്നത് അവിടെയാണ്, UK US ആണെന്നൊക്കെ പറഞ്ഞ് കടക്കെണിയിൽ കിടക്കുന്ന എത്ര കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാവോ. പേരൻസ് ഇന്ന് കിടന്ന് ദുഃഖിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ സ്റ്റഡീസ് അവർക്ക് പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ല, കുടുംബം കടക്കെണിയിലുമായിരിക്കുന്നു. ദൈവമക്കളെ, നമുക്കെന്താണ് ദൈവം വെച്ചിരിക്കുന്നത്, ആ ഉള്ളതിൽ നമ്മൾ സന്തോഷമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഞാൻ കർത്താവെ അങ്ങ് എവിടെ അയച്ചാലും, ചിലപ്പോൾ നമ്മുടെ വിളി എവിടെ ആയിരിക്കും, കർത്താവ് നമ്മളെ എവിടെ അയച്ചാലും അവിടെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഞാൻ ഓടും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഹല്ലേലൂയ നമ്മൾ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥന റിക്വസ്റ്റുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെക്കുക. ഹല്ലേലൂയ. ഇപ്പം എല്ലാവർക്കും അങ്ങനെയാണ്. ആരോട് ചോദിച്ചാലും പറയും ആ വിളി കിടക്കുന്ന അങ്ങ് US UK പലരും പ്രവചനം പറഞ്ഞ് പല കുടുംബങ്ങളും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എന്തൊക്കെ നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറ്റും അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക. നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒന്നും നമ്മുടെ കരം കൊണ്ട് എടുത്ത് നമ്മൾ നിത്യനഷ്ടത്തിലും നിത്യവേദനയിലുമായി തീരരുതേ ദൈവമക്കളെ. ഒരുപാട് ടെസ്റ്റിമണീസ് എൻ്റെ കയ്യിൽ, ഒരുപാട് എക്സ്പീരിയൻസസ് പല കുടുംബങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ എന്താ പറയുക, നമുക്ക് അത്രയും ഫൈനാൻസ് ഉണ്ട്, നമുക്കെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഗോ ആൻഡ് ഗെറ്റ് എ ബിഗ് ഡിഗ്രി ഫ്രം ദോസ് ഹൈ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദെൻ ഓക്കെ അങ്ങനെയുള്ളവർ. പക്ഷേ സാധാരണക്കാരിൽ എന്താ പറയുക, ഒരു കുടുംബം ഒരു ദിവസം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തവർ, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങനെ പോകരുതേ. ഹല്ലേലൂയ. കടം വാങ്ങിയൊക്കെ പോയി ഇപ്പം വിസ കൊടുക്കുന്നില്ല. ഒരുപാട് കേസസാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബങ്ങൾ എന്ത് ചെയ്യും? പേരൻസ് പാവം, അവർക്കൊരു ചെറിയ വരുമാനമേ ഉള്ളൂ. അവർ ആ വീടൊക്കെ പണയം വെച്ചിട്ടാണ് ഹല്ലേലൂയ ഫോറിൻ കൺട്രീസിലൊക്കെ പോവുക മക്കളെ വിടുന്നത്. എന്നാൽ അവരുടെ എഡ്യൂക്കേഷൻ അവിടെ ശരിയായോ? ഇല്ല. ആ മക്കളെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തിരിഞ്ഞ് അവരുടെ വഴികളിൽ പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും പരിജ്ഞാനത്തിൽ നമ്മുടെ ദൈവമക്കളായി തീരുക. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ നേരിട്ട് കേട്ടിട്ടല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് ഹല്ലേലൂയ യു ഷുഡ് സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്. നമ്മൾ ദൈവസന്നിധി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ഷുവർലി വിൽ ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നടത്തും ദൈവമക്കളെ. നമ്മളെല്ലാവരും പ്രോസ്പെറസ് ആയിട്ട് 2026 ആയിത്തീരാൻ പോവുകയാണ്. എല്ലാ വേസിലും, സ്പിരിച്വൽ സൈഡ് മാത്രമല്ല എല്ലാ മേഖലകളിലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോവുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ച രീതിയല്ല. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രഭാത്തെ നമ്മളെ ഓർപ്പിക്കുന്നു. ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് ഈച്ച് ആൻഡ് എവറി വൺ ഹു ഹേർഡ് ദിസ് മെസ്സേജ്. നമ്മൾ വീണ്ടും പുതിയൊരു മെസ്സേജുമായിട്ട് ഇവൻ will meet again on Monday with another wonderful God's promise. So may God bless you all. നാളത്തെ ആരാധനയ്ക്ക് കടന്നു പോവുക. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. ഈ വർഷത്തെ ആദ്യത്തെ ആരാധനയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയും. May God bless you all. If you got any prayer requests, you can call me at my number 813-88-14577. Bye bye.